Dear students, we discuss basics of civil and mechanical engineering 6th module milling machine എന്ന ടോപ്പിക്കാണ്. ആദ്യം എന്താണ് milling എന്ന് നോക്കാം. Milling is the process of removal of metal by feeding the workpiece against a rotating multi-point cutter. In the milling machine, the work is clamped rigidly on the table of the machine. The cutter revolves at a high speed on an arbor and a workpiece clamped on the table is fed slowly past the cutter. As the work advances, the cutter teeth removes material from the work surface in the form of small chips to produce desired shape. അതായത് മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കട്ടിംഗ് എഡ്ജസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂൾ, കട്ടിംഗ് ടൂൾ. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. വർക്ക് പീസ് എന്ത് ചെയ്യും, കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും, ആർബറിൻ്റെ മുകളിൽ ഈ കട്ടിംഗ് ടൂള് മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. കട്ടിംഗ് ടൂൾ ഹോൾഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആർബർ. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. കട്ടിംഗ് ടൂള് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ വർക്ക് പീസ് എന്താണ്, റിജിഡായിട്ട് വർക്ക് ടേബിളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വർക്ക് പീസ് എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂളിന് എഗെയിൻസ്റ്റായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് കട്ടർ റിവോൾവ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റായിട്ട് വർക്ക് പീസ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കട്ടിംഗ് എഡ്ജസ് വർക്ക് പീസിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. അതാണ് മില്ലിംഗ് മെഷീനിൽ സംഭവിക്കുന്നത്. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് അൺവാണ്ടഡ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് കളയും. Next topic, milling methods. Based on the direction of cutter motion and workpiece feed, milling can be classified into first one conventional milling or up milling, second one climb milling or down milling. അതായത് കട്ടർ മോഷൻ്റെയും വർക്ക് പീസിൻ്റെയും റിലേറ്റീവ് മോഷൻ്റെ, അതായത് കട്ടർ റൊട്ടേഷൻ്റെയും വർക്ക് പീസ് ഫീഡിൻ്റെയും റിലേറ്റീവ് മോഷൻ്റെ ബേസിസിൽ മില്ലിംഗ് മെത്തേഡ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ കൺവെൻഷണൽ ഓർ അപ്പ് മില്ലിംഗ് ആണ്, സെക്കൻഡ് വൺ ക്ലൈംബ് ഓർ ഡൗൺ മില്ലിംഗ് ആണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ അപ്പ് മില്ലിംഗ്. ഇൻ അപ്പ് മില്ലിംഗ് വർക്ക് പീസ് ഈസ് ഫെഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് കട്ടർ. അതായത് ഈ കട്ടർ റിവോൾവ് ചെയ്യുന്നത് ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ അപ്പ് മില്ലിംഗ് അല്ലെങ്കിൽ കൺവെൻഷണൽ മില്ലിംഗ് എന്ന് പറയും. അതായത് വർക്ക് പീസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നത്. ചിപ്പ് തിക്നെസ് വാരീസ് ഫ്രം മിനിമം അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് കട്ട് ടു മാക്സിമം അറ്റ് ദി എൻഡ് ഓഫ് കട്ട്. അതായത് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടക്ക് എന്തായിരിക്കും, ചിപ്പ് തിക്നെസ് മിനിമവും അറ്റ് ദി എൻഡ് ഓഫ് കട്ടിൽ ചിപ്പ് തിക്നെസ് മാക്സിമവും ആയിരിക്കും. അതേമാതിരി കട്ടിങ് ഫോഴ്സും ഗ്രാജുവലിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ദ ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ദ കട്ടർ ടെൻസ് ടു ലിഫ്റ്റ് ദ വർക്ക് പീസ് ഫ്രം ദി വർക്ക് ടേബിൾ. വൈൽ ടേക്കിംഗ് ഹെവി കട്ട്സ് ദിസ് റിസൾട്ട്സ് ഇൻ പുവർ സർഫസ് ഫിനിഷ്. ഈ മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പ് മില്ലിങ് ചെയ്യുന്ന സമയത്ത് ഈ കട്ടിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൊണ്ടെന്താണ്, ഈ കട്ടറിന് വർക്ക് പീസിനെ ടേബിളിൻ്റെ മുകളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അത് അപ്പ് മില്ലിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ലിഫ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഹെവി കട്ട്സൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണ്, വർക്ക് സർഫസിൻ്റെ സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ പുവറായിരിക്കും. അത് അപ്പ് മില്ലിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ മെഷീനിങ്, കാസ്റ്റിംഗ് ആൻഡ് ഫോർജിങ്സ്. ഇത് മെയിൻ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കാസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ, ഫോർജ്ഡ് പ്രൊഡക്റ്റിൻ്റെ മെഷീനിങ്ങിന് അപ്പ് മില്ലിങ് നല്ലൊരു ഓപ്ഷനാണ്. സെക്കൻഡ് വൺ ഡൗൺ മില്ലിംഗ് ഓർ ക്ലൈംബ് മില്ലിംഗ്. ഇൻ ഡൗൺ മില്ലിംഗ് വർക്ക് പീസ് ഈസ് ഫെഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് കട്ടർ. ഇതിൽ ക്ലോക്ക് വൈസിലാണ് കട്ടർ റിവോൾവ് ചെയ്യുന്നത്, അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് വർക്ക് പീസ് ഫീഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഓപ്പറേഷൻ എന്താ പറയുക, ഡൗൺ മില്ലിംഗ് എന്നാണ് പറയുക. കട്ടിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ടാണ് പോകുന്നത് ഡൗൺ മില്ലിങ്ങിൽ. ഹിയർ ചിപ്പ് തിക്നെസ് വാരീസ് ഫ്രം എ മാക്സിമം അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് കട്ട് ടു എ മിനിമം അറ്റ് ദി എൻഡ് ഓഫ് കട്ട്. ഈ കേസിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കും
ലോഡ് കട്ടിംഗ് ഫോഴ്സ് കൂടുതലുണ്ടാവുക, അതിനുശേഷം ഗ്രാജുവലായിട്ട് റെഡ്യൂസ് ചെയ്ത് വരികയും ചെയ്യുക. അതേമാതിരി ചിപ്പ് തിക്നെസ് എന്താണ്, അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് കട്ടിൽ മാക്സിമവും അറ്റ് ദി എൻഡ് ഓഫ് കട്ടിൽ മിനിമവുമാണ്. The cutter forces the workpiece towards the table. This is an advantage for milling of such workpiece which cannot be easily held on the table. Down milling produces surface of higher quality. ഈ ഒരു കേസിൽ കട്ടിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മനസ്സിലാവും എങ്ങോട്ടാണ്, വർക്ക് പീസിനെ ടുവാർഡ്സ് ദി ടേബിളാണ് ഇത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പ് മില്ലിങ്ങിൽ അത് നേരെ വർക്ക് പീസിനെ നേരെ മുകളിലോട്ടായിരുന്നു പോയിരുന്നത് ഫോഴ്സ്. ഇവിടെ എന്താ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ കട്ടിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് എന്താണ്, ഈ വർക്ക് പീസിനെ ടുവാർഡ്സ് ദ ടേബിളാണ് കട്ടർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഈ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വർക്ക് പീസിനൊക്കെ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺ മില്ലിംഗ് ഓപ്പറേഷനാണ് ബെറ്റർ ഓപ്ഷൻ. This method is useful for finishing operation and for small works such as slot cutting, milling, grooves, etc. Next one, principal parts of milling machine. മില്ലിംഗ് മെഷീൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ട്, കോളം ഉണ്ട്, അതേപോലെ നീൻ്റെ മുകളിൽ സാഡിൽ, ടേബിൾ ഉണ്ട്, എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്, സ്പിൻഡിൽ, അതേപോലെ ആർബറിൻ്റെ മുകളിലാണ് കട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, പിന്നെ ഓവറാമും ആർബർ സപ്പോർട്ടും. ഇതാണ് മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓരോ പാർട്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബേസ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ അതർ പാർട്സ് ഓഫ് ദി മില്ലിംഗ് മെഷീൻ. ഇറ്റ് ഗീവ്സ് ദ മെഷീൻ ദ റിക്വയർഡ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. മെഷീൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ്. ഏത് മെഷീനായാലും ബേസ് അതിൻ്റെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ എൻ്റയർ മെഷീൻ്റെ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ബേസ് തന്നെയാണ്. സെക്കൻഡ് വൺ, കോളം. ഇറ്റ് ഈസ് എ മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിം മൗണ്ടഡ് വെർട്ടിക്കലി ഓൺ ദി ബേസ്. The drive mechanism is fixed to it. It supports and guides the knee during vertical travel. കോളം ഇതിൻ്റെ മെയിൻ വെർട്ടിക്കൽ സ്ട്രക്ചറിൻ്റെ പേരാണ് കോളം എന്ന് പറയുന്നത്. അത് ബേസിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ പവർ, അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഇതിൻ്റെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക ഈ കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ മോട്ടറും അറേഞ്ച്മെൻറ്റൊക്കെ കോളത്തിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി ഈ നീ അപ്പ് ആൻഡ് ഡൗൺ മോഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് വേസും കോളത്തിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ, നീ. Knee is a rigid casting that slides up and down on the vertical gateways of the column. It has horizontal gateways on its top surface. It supports saddle and table. An elevating screw is used for adjusting the height of knee. ഈ കാണിച്ചിരിക്കുന്നതാണ് നീ എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്, കോളത്തിലൂടെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ പോസിബിളാണ്. അതിനുള്ള ഗേറ്റ് വേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. കോളത്തിൽ ഗേറ്റ് വേസ് ഉണ്ടാവും. അതുകൊണ്ട് നീക്ക് ത്രൂ കോളം എന്താണ്, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ പോസിബിളാണ്. പിന്നെ നീരെ ടോപ്പിൽ എന്തുണ്ട്, ഹൊറിസോണ്ടൽ ഗേറ്റ് വേസ് ഉണ്ട്. സാഡിലിൻ്റെ മൂവ്മെൻറ്റിന് നീരെ മുകളിലായിരിക്കും സാഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിലാണ് വർക്ക് ടേബിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ നീൻ്റെ മുകളിലുള്ള ഹൊറിസോണ്ടൽ ഗേറ്റ് വേസിലൂടെയാണ് സാഡിലിന് മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. അതിൻ്റെ ബോട്ടത്ത് തന്നുണ്ട് ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഫോർത്ത് വൺ, എലിവേറ്റിംഗ് സ്ക്രൂ. ദ ഹൈറ്റ് ഓഫ് നീ ഈസ് അഡ്ജസ്റ്റഡ് ബൈ എലിവേറ്റിംഗ് സ്ക്രൂ. ഇറ്റ് ഓൾസോ സപ്പോർട്ട് ദി നീ. ഈ എലിവേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നീൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതേപോലെ എലിവേറ്റിംഗ് സ്ക്രൂ എന്ത് ചെയ്യുന്നുണ്ട്, നീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, സാഡിൽ. Saddle supports and carries the table. It can move transversely on the gateways provided in the knee. ഇതാണ് സാഡിൽ എന്ന് പറയുന്നത്. സാഡിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടേബിളിനെ സപ്പോർട്ട് ചെയ്യലാണ്. അതേപോലെ സാഡിലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നീൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗേറ്റ് വേസ് വഴി ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ മോഷൻ പോസിബിളാണ്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് മോഷനാണ്. അത് സാഡിലിന് പോസിബിളാണ്. Sixth one, table. The table rests on the gateways on the saddle and can be moved longitudinally. It supports the workpiece. ടേബിൾ റെസ്റ്റ് ചെയ്യുന്നത് സാഡിലിൻ്റെ മുകളിലാണ്.
അതേപോലെ ടേബിൾ ഉപയോഗിക്കുന്നത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഉപയോഗിക്കുന്നത്. ഒന്നിക്കൽ വർക്ക് പീസ് എല്ലാം വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ടേബിളിൻ്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന് സാഡിലിൻ്റെ മുകളിലെ ഗേറ്റ് വേസിലൂടെ മോഷൻ പോസിബിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മോഷനാണ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ ഇല്ല മോഷൻ പോസിബിൾ ആണ്. 7. Spindle. The spindle obtains power from the motor and transmits it to arbor. Spindle has a tapered socket for inserting arbor. മോട്ടറിന് ഡയറക്റ്റ് പവർ ലഭിക്കുന്നത് സ്പിൻഡിലിനാണ്. ഓക്കെ, സ്പിൻഡിൽ എന്ത് ചെയ്യും? ആ പവർ ആർബറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആർബർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന കട്ടറും റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിലിൻ്റെ എൻഡിൽ ടാപ്പേഡ് സോക്കറ്റ് ഉണ്ട്. ആർബർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പേഡ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ സ്പിൻഡിൽ കൊടുത്തിട്ടുണ്ട്. 8th one, arbor. It is a rod on which cutter is mounted. It is tapered at one end to fit in the spindle. Other end of the arbor is mounted on arbor support. ഈ കാണിച്ചിരിക്കുന്നതാണ് ആർബർ എന്ന് പറയുന്നത്. കട്ടർ മൗണ്ട് ചെയ്യുന്നത് ആർബറിൻ്റെ മുകളിൽ, ഒരു മില്ലിംഗ് മെഷീനിൽ കട്ടർ ഹോൾഡ് ചെയ്യുന്നത് ആർബറാണ്. ആർബറിൻ്റെ ഒരെൻഡ് ടാപ്പേഡ് ആയിരിക്കും. അത് സ്പിൻഡിലിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആർബർ സപ്പോർട്ട്. ഈ ഓവർ ആം വഴി വരുന്ന ആർബർ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആർബറിൻ്റെ അടുത്ത എൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9th, overarm. The overarm is mounted on top of the column. It helps to support the arbor. ഓൾറെഡി പറഞ്ഞതാണ്, ഓവറാം എന്ന് വെച്ചാൽ ആർബറിൻ്റെ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കോളത്തിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റാണ്. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ മില്ലിംഗ് മെഷീൻ. ഫസ്റ്റ് വൺ, slab or plane milling. Slab milling is a process by which a flat surface parallel to axis of cutter is produced. The cutter used is called plane milling cutter. Slab milling അല്ലെങ്കിൽ plane milling എന്ന് വെച്ചത് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഈ കേസിൽ എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ്? ഫ്ലാറ്റ് സർഫസ് ആണ്. അതെന്താണ്? കട്ടർ ആക്സിസിന് പാരലായിട്ടാണ്. ഇതാണ് കട്ടർ ആക്സിസ് എങ്കിൽ അതിന് പാരലായിട്ടുള്ളൊരു ഫ്ലാറ്റ് സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്പറേഷൻ എന്ന് പറയും സ്ലാബ് മില്ലിംഗ് അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയും. സെക്കൻഡ് വൺ, ഫേസ് മില്ലിംഗ്. ഫേസ് മില്ലിംഗ് is a process by which a flat surface perpendicular to the axis of cutter is produced. The cutter used is called face milling cutter. ഫേസ് മില്ലിംഗ് എന്ന് വെച്ചാലും ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താ? ഇതിൽ കട്ടറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിഗർ നോക്കിയാൽ ഇതാണ് കട്ടർ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഫ്ലാറ്റ് സർഫസ് വരുന്നത്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് കട്ടർ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇവിടെ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ പറയുന്നതാണ് ഫേസ് മില്ലിംഗ് എന്ന്. അതിനുപയോഗിക്കുന്ന കട്ടറാണ് ഫേസ് മില്ലിംഗ് കട്ടർ. അടുത്തത് സൈഡ് മില്ലിംഗ്. സൈഡ് മില്ലിംഗ് is the process by which flat vertical surface is produced at the side of the workpiece. The cutter used is called side milling cutter. ഫ്ലാറ്റ് വെർട്ടിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് സൈഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന കട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കട്ടിംഗ് എഡ്ജസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു വർക്ക് പീസിന് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഫ്ലാറ്റ് വെർട്ടിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് സൈഡ് മില്ലിംഗ്. ഫോർത്ത് വൺ, എൻഡ് മില്ലിംഗ്. ഇൻ എൻഡ് മില്ലിംഗ് the cutter generally rotates on an axis vertical to the workpiece. End milling cutter has cutting edges on the periphery of a shank. These cutters are the most common tool used in vertical milling. It is used for producing slots, grooves, keyways. ഇതൊരു വെർട്ടിക്കൽ ആക്സിസ്, എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് എൻഡ് മില്ലിംഗ് ടൂൾ എന്ന് പറയുന്നത്. ടൂളിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാവുക, അതിന് എബൌട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ കട്ടിംഗ് എഡ്ജസ് എന്ന് പറയുന്നത് പെരിഫറി ഓഫ് ദി ഷാങ്കിൻ്റെ പെരിഫറിയിലാണ് ഇതിൻ്റെ കട്ടിംഗ് എഡ്ജസ്. ഇതൊക്കെയാണ് കട്ടിംഗ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സിലിണ്ടറിക്കൽ പോർഷൻ്റെ പെരിഫറിയിലാണ് കട്ടിംഗ് എഡ്ജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി സ്ലോട്ട്സും ഗ്രൂവ്സും കീവേസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ. ഇത് നോർമലി ഒരു വെർട്ടിക്കൽ മില്ലിംഗ് ഓപ്പറേഷനാണ് ഇതിന് ഈ എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. Fifth one, foam milling. Foam milling or profile milling is the process by which profiles are produced on a workpiece. The shape of foam milling cutter corresponds to the profile of the surface to be produced.
ഫോം മില്ലിംഗ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റിക്വേർഡ് ഷേപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ല പ്രൊഫൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫോം മില്ലിംഗ് കട്ടറാണ്. ഈ കട്ടറിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഷേപ്പ് എന്ത് ചെയ്യും ആ വർക്ക് പീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫോം മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 6th one, gear cutting. Gear cutting is a process by which gears are produced using foam cutters. The profile of cutter corresponds to the tooth space of the gear. ഗിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഗിയർ കട്ടിങ്. ജസ്റ്റ് ഇതൊരു ഗിയർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗിയർ കട്ടിങ് ഓപ്പറേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ സർഫസിൻ്റെ മുകളിലെ ഹെലിക്കൽ ഗ്രൂവ്സ് അതാണ് ഗിയർ എന്ന് പറയുന്നത്. അതിന് ഇതിൻ്റെ ഗിയറിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ ഡയമെൻഷനിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ടൂൾസാണ് ഇവിടെ ഗിയർ കട്ടിങ് ഓപ്പറേഷന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പിച്ചൊക്കെ അനുസരിച്ചിട്ട് എന്താണ് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഷേപ്പിലുള്ള ടൂള് ഉപയോഗിക്കണം. 7. T-slot milling. A T-slot is produced using T-slot miller. First of all, a plain slot is cut on the workpiece using an end milling cutter. Then T-slot cutter is fed from one end of the workpiece. Neck portion of the cutter passes through already milled plain slot. T ഷേപ്പിലുള്ള സ്ലോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഗർ നോക്കിയാൽ തിരിയും. T ഷേപ്പിലുള്ള സ്ലോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് T സ്ലോട്ട് മില്ലിംഗ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് T സ്ലോട്ട് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. പക്ഷേ T സ്ലോട്ട് മില്ലിംഗ് ചെയ്യുന്നതിന് ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എൻഡ് മില്ലിംഗ് ഓപ്പറേഷനാണ്. ആദ്യം എന്ത് ചെയ്യും ഇതിൽ ജസ്റ്റ് ആ നെക്ക് പോർഷൻ അടക്കം താഴോട്ട് വരുന്ന ആ ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഡയറക്റ്റ് ആദ്യമായിട്ട് T സ്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം എൻഡ് മില്ലിംഗ് വഴി ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം എന്താ ഈ ഒരു നെക്ക് പോർഷൻ എന്ന് പറയുന്നത് ആ നെക്ക് പോർഷൻ ഈ ഒരു ഏരിയയിൽ വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ടൂള് സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ഫീഡ് കൊടുക്കും. ഓക്കെ, ആ സ്ലോട്ടാണ് മെയിനായിട്ട് T മില്ലിംഗ് കട്ടർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ T സ്ലോട്ട് മില്ലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇവിടെ മാത്രമേ കട്ടിങ് എഡ്ജസ് ഉള്ളൂ. ഇതാണ് അതിൻ്റെ നെക്ക് എന്ന് പറയുന്നത്. 8th one, angular milling. Angular milling is a process by which angular surfaces are produced on the workpiece. The cutter used is called angular milling cutter. നെയിം പോലെ തന്നെയാണ് ആംഗുലാർ മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആംഗുലാർ ഷേപ്പ് ഓക്കെ റെക്വേർഡ് ആംഗുലാർ ഷേപ്പിലുള്ള സ്ലോട്ട്സ് വർക്ക് പീസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആംഗുലാർ മില്ലിംഗ്. ഉപയോഗിക്കുന്ന കട്ടർ എന്ന് പറയുന്നത് ആംഗുലാർ മില്ലിംഗ് കട്ടറാണ്. ഓക്കെ, ഈ കട്ടറിൻ്റെ സർഫസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അല്ല ഷേപ്പിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രൂവ്സ് എന്ത് ചെയ്യും വർക്ക് പീസിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്ന മെയിൻ ഓപ്പറേഷൻസ്.